സമാദരണീയനുമായ കേരള ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വി അബ്ദുറഹിമാൻ സാഹിബ്, ഇവിടെ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് സാദിഖ്, വേദിയിലുള്ള ഏറെ ബഹുമാന്യരായ സദാത്യങ്ങൾ, പണ്ഡിതന്മാർ, പ്രസ്ഥാന നായകർ, ഏറെ ആദരണീയരായ പ്രിയപ്പെട്ടവർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കൾ, യുവ പണ്ഡിതർ, ഹൃദയംഗമമായ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും ആശംസകളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിരത്തി 1921 ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്മരണകൾ ധാരാളമായി അയവിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിലെ ഡോക്ടർ പി ശിവദാസൻ പ്രഗത്ഭനായ ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം വിസ്തരിച്ച് സംസാരിച്ച് കഴിഞ്ഞു എന്നുകൂടി അറിയാൻ സാധിച്ചു. വാഗൺ കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഇന്നേക്ക് 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. 1921 നവംബർ 19 അതിദാരുണമായ ആ കൂട്ടക്കൊല അരങ്ങേറിയത്. ഇന്ന് ആ രക്തസാക്ഷികൾ കോരങ്ങത്ത് പള്ളി ഖബർസ്ഥാനിലും കോട്ട് പള്ളി ഖബർസ്ഥാനിലും ഏഴൂർ പള്ളി ഖബർസ്ഥാനിലും ഒക്കെയായി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ രക്തസാക്ഷികളുടെ ദീനരോദനങ്ങൾ 100 വർഷം മുമ്പ് നവംബർ 19 രാത്രി ഏതാണ്ട് 7 മണി മുതൽ ഈ തിരൂരിൽ നിന്ന് 12 മണിയോളം പോത്തന്നൂരിൽ അരിച്ചിരച്ചിഴഞ്ഞു പോകുന്ന ഒരു തീവണ്ടി എത്തിച്ചേരുന്ന സമയം അത്രയും നിലവിളി അനന്തമായി നീണ്ടു നിന്നുകൊണ്ടേയിരുന്നു. കണ്ണീരും കട്ടച്ചോരയും തേങ്ങലുകളും വിയർത്ത് കുളിച്ച ശരീരത്തെ ചുറ്റിപ്പൊതിഞ്ഞ വസ്ത്രം പിഴിഞ്ഞെടുത്ത് ആ വിയർപ്പ് ഒരിറുക്ക് വെള്ളത്തിന് വേണ്ടി ആ വസ്ത്രം പിടിഞ്ഞ് വിയർപ്പ് കുടിച്ച സഹോദരങ്ങൾ. അതിൻ്റെ അപ്പുറത്തായിരുന്നു, അതിലേയും അപ്പുറത്തായിരുന്നു ദാരുണവും ഭീകരവുമായ ദൃശ്യങ്ങൾ. അതിവിടെ വിസ്തരിക്കപ്പെട്ടിട്ടുണ്ടാകും. ഇനി അഥവാ വിസ്തരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതെല്ലാം തലമുറകളായി ഓർത്തുകൊണ്ടേയിരിക്കുന്നു. 100 വർഷം മുമ്പ് ഉയർന്ന ആ നിലവിളികളുടെ അനുരണനങ്ങൾ ഇന്നും നമ്മുടെ കാതുകളിൽ വന്നലച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സാംസ്കാരിക സമുച്ചയത്തിൽ ആ രക്തസാക്ഷികളെ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സാംസ്കാരിക സമുച്ചയത്തിൽ മാത്രമല്ല, വ്യാപകമായി എത്രയോ തലമുറകൾ, ഇനിയും എത്രയോ തലമുറകൾ അവരെ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കും. രക്തസാക്ഷികൾക്ക് മരണമില്ല എന്നുള്ളതിനെ
അന്വർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ സമാദരണീയരായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ നിന്ന് രക്തസാക്ഷികളെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 387 രക്തസാക്ഷികളെ ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികളെ പ്രതിപാദിക്കുന്ന പുസ്തകത്തിൻ്റെ 5-ാം ഭാഗത്തിൽ നിന്ന് രക്തസാക്ഷികളുടെ പേരുകൾ വെട്ടിക്കളഞ്ഞാലും ആ രക്തസാക്ഷികൾ ഓർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. നിസ്സാരമായ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പാണ്ടിക്കാട്ട്, പുലാമന്തോൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ചന്തകൾ കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും ആളുകളെ, 200-ലേറെ ആളുകളെ വളരെ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾക്കിരയാക്കിക്കൊണ്ട് വലിച്ചിഴച്ചും കൈകൾ ബന്ധിച്ചും തിരൂരിലേക്ക് നടത്തിക്കൊണ്ടുവന്നത്. തിരൂരിലേക്ക് നടത്തിക്കൊണ്ടുവന്ന് ആ 200 പേരെയും കോയമ്പത്തൂരിലേക്ക് നാട് കടത്താൻ നാപ്പ് എന്ന ഉദ്യോഗസ്ഥൻ ഉത്തരവിടുന്നു. ആ 200 പേരിൽ 100 പേരെ ബെല്ലാരി ജയിലിലേക്ക് പറഞ്ഞേക്കാനാണ് ആവശ്യപ്പെട്ടത്. തിരൂരിൽ ഇന്ന് കുപ്രസിദ്ധമായ ചരിത്രം, അതിൻ്റെ എല്ലാ ബീഭത്സതകളും, ആ സംഭവങ്ങളുടെ ബീഭത്സതകൾ അനാവരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയുന്ന വസ്തുതകളാണ്, വീണ്ടും വീണ്ടും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നതാണ്. 1711 എന്ന മാർക്ക് അടയാളം ഒരു സംഭീതമായ ബീഭത്സമായ ഒരു കറുത്ത കാഴ്ചയായി നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വണ്ടിയുടെ, മദിരാശിയിലേക്ക് പോകുന്ന വണ്ടിയുടെ അവസാനത്തേതിലാണ് ഈ 100 പേരെ വലിച്ചു കയറ്റിയ വാഗൺ പിടിച്ച് ചേർത്ത് കെട്ടുന്നത്. കന്നുകാലികളെപ്പോലും കൊണ്ടുപോവാൻ സാധിക്കാത്ത വാഗണിൽ, തപാൽ വകുപ്പിൻ്റെ ചില ഉപകരണങ്ങൾ കൊണ്ടുപോവാൻ ഉദ്ദേശിക്കപ്പെട്ട വാഗണിലാണ്. കന്നുകാലികൾക്ക് പോലും അതിൽ നേരെ ചൊവ്വേ അവരെ കടത്തിക്കൊണ്ടുപോവാൻ സാധിക്കില്ല. അത്ര ഇടുങ്ങിയ ഒരു വാഗണിലാണ് 100 മനുഷ്യരെ, അതും പലയിടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്യപ്പെട്ട് വലിയ മർദ്ദനങ്ങൾക്കിരയാക്കി നടത്തിക്കൊണ്ടുവന്ന പാവങ്ങൾ. ആ പാവങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ യുവാക്കളായിരുന്നു. അവിവാഹിതരായ യുവാക്കൾ എന്ന് പറഞ്ഞാൽ പ്രായം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിൽ പലരും ദർസിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. പൊന്നാനിയിലെ വലിയ പള്ളിയിലെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ദർസിൽ പഠിക്കുന്ന കുട്ടികളെ വഴിയോരങ്ങളിൽ നിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്തതാണ്. കലാപകാരികളെന്ന് മുദ്ര ചാർത്തി അങ്ങനെയാണ് ഇവരെ മർദ്ദിച്ച്. പലരും മൃതപ്രായത്തിലായിരുന്നു, അവശരായിരുന്നു. വണ്ടിയിലേക്ക് അവരെ ഇടിച്ച് കയറ്റിയപ്പോൾ തന്നെ ചിലരൊക്കെ മരണത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വണ്ടിക്കകത്താക്കി വാതിലുകൾ കൊട്ടിയടച്ചതിന് ശേഷം ആർത്തനാദമാണ്, നിലവിളികളാണ്. പലയിടങ്ങളിലും തീവണ്ടി നിന്നപ്പോൾ നിലവിളികൾ ആളുകൾ കേട്ടിരുന്നു. പക്ഷേ അന്ന് മലബാറിലുടനീളം കരിനിയമമാണ്, നിരോധനാജ്ഞയാണ്. ചെറുക്കാനോ പ്രതികരിക്കാനോ ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. അഥവാ കഴിയുമായിരുന്ന ആളുകൾ ചെറുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. ഈ തീവണ്ടിയിൽ ഇവരെ അനുഗമിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ആൻഡ്രൂസിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു,
മലബാറിലുള്ള ആളുകളുടെ സ്വഭാവമാണ്. എവിടെ ചെന്നാലും അവർക്ക് വെള്ളം കുടിക്കണം. തിരൂരിൽ ഇന്ന് ഇഷ്ടം പോലെ വെള്ളം കൊടുത്തവരാണ്. വെറുതെ നിലവിളിക്കുകയാണ് എന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചു. പോത്തന്നൂരിലെത്തിയപ്പോൾ നിലവിളി ഏതാണ്ട് നിലച്ചിരുന്നു. പിന്നീടുള്ളത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. വണ്ടി തുറന്നു നോക്കിയപ്പോൾ പോത്തന്നൂരിൽ ഒരു വലിയ ജനം പ്രതിഷേധത്തോടെ അവിടെ തടിച്ചുകൂടി. വിവരമാളുകൾ അറിഞ്ഞു. കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നു. റെയിൽവേ ഉദ്യോഗസ്ഥർ ആ മൃതദേഹങ്ങൾ അവിടെ ഇറക്കാൻ സമ്മതിച്ചില്ല. തിരിച്ച് തിരൂരിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ദാരുണമായ കൂട്ടക്കൊലകളിലൊന്ന് 1919 ജാലിയൻ വാലാബാഗ് സംഭവം ഉണ്ടായത്. ജാലിയൻ വാലാബാഗ് സംഭവത്തെ ജാലിയൻ വാലാബാഗ് മാസക്കർ, കൂട്ടക്കൊല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വാഗൺ കൂട്ടക്കൊലയെ വാഗൺ ട്രാജഡി, വാഗൺ മാപ്പിള ട്രാജഡി എന്ന് ചില ബ്രിട്ടീഷ് രേഖകളിൽ എഴുതി. മാത്രമല്ല, ഇത് വലിയ പ്രതിഷേധമുയർത്തിയപ്പോൾ ഇത് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അന്വേഷണ കമ്മീഷന്റെ തലവൻ ഇതേ മിസ്റ്റർ നാപ്പ് തന്നെയായിരുന്നു. നിങ്ങളൊന്ന് നോക്കുക, മിസ്റ്റർ നാപ്പ് തന്നെയാണ് ഈ ആളുകളെ വണ്ടിക്കകത്ത് ഇടിച്ച് കയറ്റിയത്. അവർ മരണപ്പെടുകയാണെങ്കിൽ മരണപ്പെട്ടോട്ടെ എന്ന നിലയിൽ വളരെ കൃത്യമായി മാപ്പിള തടവുകാരുടെ നേരെ ഭീകരമായി ആക്രോശിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അലക്സാണ്ടർ വാക്കറെ പോലുള്ളൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് വളരെ കൃത്യമായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ജനറൽ സ്റ്റുവാർട്ട് എന്ന ഉദ്യോഗസ്ഥൻ മുഴുവൻ മാപ്പിളമാരെയും കൊന്നുകളയണമെന്ന് അദ്ദേഹം ആക്രോശിക്കാറുണ്ടായിരുന്നു. R.L. ഹാൻസ്ഗ്രേവ് തൻ്റെ പുസ്തകത്തിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ കൊലയ്ക്ക് ഇത് വിവാദമായപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ചു. കൃത്യമായും 1890 ഇന്ത്യൻ റെയിൽവേ ആക്ട് അനുസരിച്ച് കടുത്ത കുറ്റമാണ്, ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ നാപ്പിനെ ചെയർമാനാക്കി നിയോഗിക്കപ്പെട്ട അന്വേഷണ കമ്മീഷൻ കുറ്റവാളികളെ കുറ്റവിമുക്തരാക്കി. ഹിച്ച്കോക്ക്, E.F. തോമസ്, മലബാർ കലക്ടറായിരുന്ന E.F. തോമസ്, പോലീസ് മേധാവിയായിരുന്ന ഹിച്ച്കോക്ക്, കേണൽ ഹംഫ്രി, F.B. ഇവാൻസ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരാണ് കൊലയാളികൾ. അവരെ കുറ്റവിമുക്തരാക്കി. പക്ഷേ ദാരുണമായ കൂട്ടക്കൊല സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകണം. 300 രൂപ നിശ്ചയിച്ചു. എന്നിട്ട് ഈ കശ്മലന്മാർ, ഈ കൊലയാളികൾ ചെയ്തത് കലാപങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്ക് ബ്രിട്ടീഷ് സർക്കാർ അവർക്ക് ചുമത്തിയ വലിയ പിഴ സംഖ്യയിൽ നിന്ന്, കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബം അടക്കേണ്ടിയിരുന്ന പിഴയിൽ നിന്ന് 300 രൂപ മൈനസ് ചെയ്തുകൊണ്ട് ഒരു നയ പൈസ പോലും ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് നൽകിയില്ല. നാപ്പിനെ കുറിച്ച് ഡയർ ഓഫ് മലബാർ എങ്ങനെയാണ് ജനറൽ ഡയർ ജാലിയൻ വാലാബാഗിൽ അദ്ദേഹം പെരുമാറിയത് സമാനമായിരുന്നു നാപ്പിൻ്റെ പെരുമാറ്റം വാഗൺ കൂട്ടക്കൊലയുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം ജനറൽ ഡയർ ഓഫ് മലബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒറ്റപ്പെട്ട സംഭവം എന്നാണ് ബ്രിട്ടീഷ് രേഖകളിൽ ഇതേക്കുറിച്ച് പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. മദ്രാസ് ഗവൺമെന്റിന്റെ രേഖയിൽ തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അനവധി ആളുകൾ ഇപ്രകാരം വാഗണുകളിൽ കുത്തി നിറക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1920 മുതൽ അനവധി ആളുകൾ ഇപ്രകാരം വിവിധ ജയിലുകളിലേക്ക്, കോയമ്പത്തൂർ, ബെല്ലാരി, വെല്ലൂർ, മദിരാശി, തൃശ്ശിനാപ്പള്ളി ജയിലുകളിലേക്ക് കൊണ്ടുപോകപ്പെട്ടിട്ടുണ്ട്. 2548 ആളുകളെയെങ്കിലും ഇപ്രകാരം വാഗണുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്, ബന്ധനസ്ഥരാക്കി. 1921
ഓഗസ്റ്റ് 30 ആലി മുസ്ലിയാരെയും 38 സഹപ്രവർത്തകരെയും ഇപ്രകാരം രാത്രിക്ക് രാഗെ ബന്ധനസ്ഥരാക്കി വാഗണിൽ കുത്തി നിറച്ച് വെല്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അനവധി ആളുകൾ ഇപ്രകാരം ഈ കൊണ്ടുപോകപ്പെട്ട ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പലരെക്കുറിച്ചും പിന്നീട് കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ല. എത്രയോ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. വാഗൺ മാസക്കർ, കൂട്ടക്കൊല പക്ഷേ ലോകമറിഞ്ഞു. പല രാജ്യങ്ങളിലും പത്രങ്ങളിൽ പ്രതിഷേധമുയർന്നു. അപ്പോൾ അന്വേഷണത്തിന് ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനിൽ 3 മലയാളികൾ ഉണ്ടായിരുന്നു. മഞ്ചേരി രാമയ്യർ ആ കമ്മീഷനിലെ ഒരംഗമായിരുന്നു. വേറെയും 2 ആളുണ്ട്. ആമു സൂപ്രണ്ടിനെ പോലെ, പേര് ഞാൻ പരാമർശിക്കുന്നില്ല, ഒരു മലയാളിയായ ഒരു മനുഷ്യനുണ്ട്, മൊയ്തുട്ടി സാഹിബ്. ആ കമ്മീഷനിൽ അംഗമായിരുന്നു. വേറെയും ഒരാളുണ്ടായിരുന്നു. ബാക്കി എല്ലാ ആളുകളും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിരുന്നു. മഞ്ചേരി രാമയ്യർ മാത്രമാണ് അതിശക്തമായി ഇത് കൂട്ടക്കൊലയാണ്, ബോധപൂർവം ചെയ്ത കൂട്ടക്കൊലയാണ്, ഇത് ഇന്ത്യൻ റെയിൽവേ വകുപ്പ് ആക്ട് അനുസരിച്ച് തന്നെ നാപ്പിൾ പടയുള്ള ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ശക്തമായി വാദിച്ചത്. മാത്രമല്ല, തൻ്റെ വിയോജിപ്പുകൾ അന്വേഷണ കമ്മീഷന്റെ അനുബന്ധമായി കൂട്ടിച്ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. മദ്രാസ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ടിൽ മഞ്ചേരി രാമയ്യരുടെ ഈ അഭിപ്രായങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായി വന്നു. നമുക്കറിയുന്നൊരു സംഗതി, അങ്ങനെ ഈ ആളുകളെ പൂർണ്ണമായും ഇവരെ അവസാനിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ, പക്ഷേ കാലം ഈ ശ്രമങ്ങളെ ചെറുക്കും. ചരിത്രത്തെ വണ്ടിയോടിക്കുന്ന ഡ്രൈവറുടെ വലതുഭാഗത്തുള്ള കണ്ണാടി എന്നാണ് ചരിത്ര ദാർശനികൻ വിശേഷിപ്പിച്ചത് ഡോക്ടർ രാജൻ ഗുരുക്കൾ. അത് ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ, വണ്ടിയോടിക്കുന്ന ഡ്രൈവറുടെ വലതുഭാഗത്തുള്ള കണ്ണാടിയാണ് ചരിത്രമെങ്കിൽ, ഒരു വണ്ടിക്ക് മുന്നോട്ട് ഗമിക്കണമെങ്കിൽ, മുന്നോട്ട് പ്രയാണം ചെയ്യണമെങ്കിൽ പിന്നിട്ട വഴികളെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ വണ്ടിയോടിക്കുന്ന ആൾക്ക് അനിവാര്യമാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിന് പിന്നിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം അനിവാര്യമാണ്. അതുകൊണ്ടാണ് വണ്ടിയോടിക്കുന്നവരുടെ വലതുഭാഗത്തുള്ള കണ്ണാടി വണ്ടിയുടെ പ്രയാണത്തിന് അനിവാര്യമാണ് എന്ന വസ്തുത ആവർത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നിട്ട വഴികളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണ്. വാഗൺ കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അതിദാരുണ സംഭവങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, മലബാറിലെ ഈ സംഭവ വികാസങ്ങൾ 1921 മലബാർ സ്വാതന്ത്ര്യ സമരം ചെറിയ ഒരു സംഗതിയോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ശൃംഖലയോ ആയിരുന്നില്ല. 150 നാഴിക ചുറ്റളവിൽ 4 ജില്ലകളിലായി 220 അംശങ്ങളിൽ വ്യാപിച്ച പോരാട്ടമാണ്. 1920 മുതൽ 1921 ഉൾപ്പെടെ മാസങ്ങളോളം നീണ്ടുനിന്ന പോരാട്ടം. ഈ പോരാട്ടം അതിനു മുമ്പുണ്ടായ ചെറുതും വലുതുമായ ഒരുപാട് പോരാട്ടങ്ങളുടെ ഒരു ബാക്കി പത്രമായിരുന്നു. ആളുകളെ കാര്യങ്ങളും സംഭവങ്ങളും പോരാട്ടത്തിലേക്ക് നയിച്ചതാണ്. വളരെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ആറി മില്ലർ, അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ച ആറി മില്ലർ മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. മലബാറിലെ മാപ്പിളമാരെ പോരാട്ടത്തിലേക്ക് തള്ളിവിട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, 1792 മലബാർ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ എത്തിയതിനു ശേഷം മാപ്പിളമാരോട് വളരെ ക്രൂരമായിട്ടാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പെരുമാറിയത്. ഒരു കാരണം, മലബാർ ടിപ്പു സുൽത്താൻ്റെ അധീനതയിലായിരുന്നു. അക്കാലത്ത് മലബാറിലെ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പു സുൽത്താനോട് അനുഭാവം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ
ടിപ്പു സുൽത്താൻ രക്തസാക്ഷിയായതോടുകൂടി മലബാർ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ എത്തിച്ചേർന്നതോടുകൂടി പ്രതികാര വായ്പോടെ മലബാറിലെ മാപ്പിളമാരോട് ബ്രിട്ടീഷുകാർ പെരുമാറാൻ തുടങ്ങിയെന്ന് R.E. മില്ലർ തൻ്റെ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വില്യം ലോഗന്റെ വളരെ പ്രശസ്തമായ മലബാർ എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യങ്ങൾ ലോഗനും തുറന്ന് സമ്മതിക്കുന്നു. ജന്മിമാരെ പ്രീണിപ്പിക്കുകയും കുടിയാന്മാരെ ആവുന്നത്ര ദ്രോഹിക്കുകയും ചെയ്യുക. കുടിയാന്മാർ വലിയൊരു ശതമാനം ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകളായിരുന്നു. മാപ്പിളമാരും പട്ടിക സമൂഹവുമായിരുന്നു കുടിയാന്മാർ. അവരെ പരമാവധി ദ്രോഹിക്കുക. ജന്മിമാരെ പ്രീണിപ്പിച്ചു. ജന്മിമാർക്ക് ആവേശം നൽകി ആളുകളെ പിടിയാൻ വലിയ കിരാതമായ നിയമങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. പൊളിച്ചെഴുത്ത്, മേൽച്ചാർത്ത് തുടങ്ങിയ കിരാത നടപടികളിലൂടെ ജന്മികൾ കുടിയാന്മാരെ പരമാവധി ദ്രോഹിച്ചു. ഈ സംഗതികൾ ആളുകളിൽ വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കി. ഒരു വലിയ പൊട്ടിത്തെറി സംഭവിച്ചേക്കുമെന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. കോൺറാഡ് വുഡ് മാപ്പിള റെബല്ലിയൻ ഇൻ ഇറ്റ്സ് ജനസിസ് എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മലബാറിലെ പട്ടികജാതി ജനവിഭാഗത്തിന് ഒരു തുണ്ട് ഭൂമി പോലും അവർക്കുണ്ടായിരുന്നില്ല. മാപ്പിളമാരിൽ 70% ഭൂരഹിതരായിരുന്നു. മലബാറിൽ അക്കാലത്ത് 12,30,000-ത്തിലധികം ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നു. ഈ പിൽക്കാലത്ത് കലാപമുണ്ടായ മേഖലകളിൽ ആ 12,30,000-ത്തിലേറെ ഏക്കർ കൃഷിഭൂമിയിൽ 7 ലക്ഷത്തോളം ഏക്കർ കൃഷിഭൂമി 32 ജന്മിമാരുടെ കയ്യിലായിരുന്നു. ആ ജന്മിമാർ ബ്രിട്ടീഷുകാരുടെ സിൽബന്ദികളായിരുന്നു. ആ ജന്മിമാർ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നവരായിരുന്നു. ആ ജന്മിമാരുടെ കീഴിൽ 100ഓളം ചെറുകിട ജന്മിമാരുണ്ടായിരുന്നു. ആ ചെറുകിട ജന്മിമാർ ആവുന്നത്ര കുടിയാന്മാരെ ദ്രോഹിച്ച് അധിക നികുതി പിടിഞ്ഞെടുത്ത് മേൽജന്മിമാർക്ക് നൽകി. ആ മേൽജന്മിമാർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ആ കരം അവർക്ക് കൈമാറി അവരെ സുഖിപ്പിക്കുകയും അവരുടെ പ്രീതി കരസ്ഥമാക്കുകയും ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മലബാറിൽ അസ്വസ്ഥതകളുണ്ടായി. ഈ അസ്വസ്ഥതകളെ ഇതിനിടയിലാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. പഴശ്ശിയുടെ കലാപം 1805 മുതൽ 1815 വരെ കോട്ടയത്തെ പഴശ്ശി എന്ന് പറഞ്ഞാൽ കോട്ടയം നമ്മുടെ റവന്യൂ ജില്ലയായ കോട്ടയമല്ല, തലശ്ശേരി മുതൽ കുറ്റ്യാടി പേരാമ്പ്ര ഭാഗങ്ങളും വയനാട് ഉൾക്കൊള്ളുന്ന കോട്ടയം. ആ കോട്ടയത്തെ പഴശ്ശി ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. പഴശ്ശിക്ക് അതിശക്തമായ പിന്തുണ കിട്ടിയത് ഏറനാട്, വള്ളുവനാട് ഭാഗങ്ങളിൽ നിന്നായിരുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കുക. പഴശ്ശിയുടെ 3 പോരാളികൾ, പഴശ്ശിയുടെ വലം കൈകൾ. ഒന്ന് മഞ്ചേരിയിലെ അത്തൻ കുരിക്കൽ, ഹസൻ കുരിക്കൽ. ചരിത്രത്തിൽ അദ്ദേഹം അത്തൻ കുരിക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. മഞ്ചേരിയിലെ തന്നെ ഉണ്ണി മൂസ മൂപ്പൻ, അതുപോലെ തന്നെ ചെമ്പൻ പോക്കർ. ഈ 3 പേരും പഴശ്ശിയുടെ അടുത്ത സഹപ്രവർത്തകരും പഴശ്ശിയുടെ സൈനിക തലവന്മാരുമായിരുന്നു. അവരോടൊപ്പം ഏറനാട്, വള്ളുവനാട് ഭാഗത്തെ അനവധി മാപ്പിള ചെറുപ്പക്കാരും പഴശ്ശിയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ആ വൈരാഗ്യവും ബ്രിട്ടീഷുകാർക്ക് മാപ്പിളമാരോടുണ്ടായി. ജന്മികളുടെ ക്രൂരത വിവരിക്കാൻ സാധിക്കാത്തത്ര ഭീകരമായിരുന്നു. ബുഖാനൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ എ ജേർണി ഫ്രം മദ്രാസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ജന്മികളുടെ ക്രൂരത, ജന്മിമാരുടെ ക്രൂരത വരച്ചു കാട്ടുന്നുണ്ട്. ആ ക്രൂരത മാരകമായതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഈ സമയത്ത് മലബാറിലേക്ക് നിയോഗിക്കപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ കശ്മലന്മാരായിരുന്നു. R.E. ജോർജ് വാസൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് മില്ലർ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥന്റെ ക്രൂരമായ അടിച്ചമർത്തൽ എരിതീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി. ഞാൻ നേരത്തെ പറഞ്ഞ അലക്സാണ്ടർ വാക്കർ എന്ന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു, മലബാറിൽ നിന്ന്, പ്രത്യേകിച്ച് മാപ്പിളമാരിൽ നിന്ന് കൂടുതൽ പിഴ ചുമത്തണം, കൂട്ടപ്പിഴ. അങ്ങനെ ചെറിയ കാരണങ്ങൾക്കും കൂട്ടപ്പിഴകൾ ചുമത്തുകയുണ്ടായി. ഉദാഹരണത്തിന് 1864 മേൽമുറി, മലപ്പുറത്തെ മേൽമുറിയിൽ
2037 രൂപ കൂട്ടപ്പട ചുമത്തി ആ നാട്ടുകാർക്ക്. അരക്കാലും മുക്കാലും ഒക്കെ നാണയമായി വിനിമയത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് മേൽമുറിയിൽ 2037 രൂപ കൂട്ടപ്പട ചുമത്തുന്നത്. കീഴ്മുറിയിൽ, മേൽമുറിയുടെ തൊട്ടടുത്തുള്ള കീഴ്മുറിയിൽ 1844 തദ്ദേശീയരായ പാവങ്ങളുടെ മേൽ ചുമത്തിയത് 15,000 രൂപയാണ് കൂട്ടപ്പട. 1873 കുളത്തൂർ ഗ്രാമത്തിൽ, പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള കുളത്തൂർ ഗ്രാമത്തിൽ 42,000 രൂപ കൂട്ടപ്പട ചുമത്തി. 1873 തന്നെ മേലാറ്റൂർ, പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള മേലാറ്റൂരിൽ 42,000 രൂപ കൂട്ടപ്പട ചുമത്തി. 1 രൂപ എന്ന് പറഞ്ഞാൽ പോലും സാധാരണക്കാർക്ക് സ്വപ്നമായിരുന്ന ആ കാലഘട്ടത്തിലാണ് ആയിരക്കണക്കിന് രൂപ കൂട്ടപ്പടകൾ ചുമത്തുന്നത്. ആളുകൾ വളരെ പ്രതിഷേധത്തിലായി. ഈ ഘട്ടത്തിലാണ് മുഴുവൻ മാപ്പിളമാരെയും കൊന്നൊടുക്കണമെന്നുള്ള ആക്രോശം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റുവാർട്ടിനെ പോലുള്ള സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത്. ആളുകൾ അങ്ങനെ മുട്ടുമടക്കുന്നവരായിരുന്നില്ല. ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ മാനസികാവസ്ഥയുള്ളവരാണ്. ബഹുമാനപ്പെട്ട പൊന്നാനിയിലെ സയ്യിദ് മഖ്ദൂം തങ്ങൾ അവരുടെ തഹ്രീൽ അഹ്ലിൽ ഈമാനി അലാ ജിഹാദി അബ്ബദത്തു സുൽബാനി എന്ന സമരകാവ്യം, അതുപോലെ തന്നെ സയ്യിദ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, ബഹുമാനപ്പെട്ട മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ അസ്സൈഫുൽ ബത്വാർ അലാമൻ യുവാലിൽ കുഫാർ, ആ സമരം, ആ കാവ്യം ഏതെങ്കിലും ചുണ്ടിൽ ത്രസിക്കുന്നുവെങ്കിൽ ആ ചുണ്ട് കണ്ടുകെട്ടണമെന്ന് പോലും ഉത്തരവിട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും ഏറ്റവും കൂടുതൽ കരുതലോടെ കാണുകയും ചെയ്ത സയ്യിദായിരുന്നു സയ്യിദ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ. നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പോയ കാലത്തെ ഓർക്കുമ്പോൾ, പഴയ സംഭവങ്ങളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, നമ്മുടെ സയ്യിദന്മാരും നമ്മുടെ സാദാത്യങ്ങളും നമ്മുടെ ഉലമ ആലിമീങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളും നായകന്മാരുമായിരുന്നു എന്ന വാസ്തവം നമ്മൾ അറിയണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സാമ്രാജ്യത്വത്തിനെതിരെ ജീവത്യാഗം ചെയ്തവരാണ്. ആളുകളെ ആഹ്വാനം ചെയ്തുകൊണ്ട് തങ്ങളുടെ ഓരങ്ങളിൽ പതിയിരിക്കുന്നവരായിരുന്നില്ല. ചാലിയം കോട്ട പിടിക്കാൻ, പോർട്ടീഷുകാരെ തുരത്താൻ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുദ്ദീൻ മക്തൂം തങ്ങൾ അവർകൾ പറഞ്ഞയച്ചത് തൻ്റെ മകൻ സയ്യിദ് അബ്ദുൽ അസീസ് മായ്ബരിയെ ആണ് എന്ന് നമ്മൾ ഓർക്കുക. സയ്യിദ് അബ്ദുൽ അസീസ് മായ്ബരി എന്ന ചെറുപ്പക്കാരനായിരുന്നു പൊന്നാനിയിലെ ആബാലവൃദ്ധം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടും സാമൂതിരി രാജാവിന്റെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ടും ചാലിയങ്കോട്ട നിലം പരിശാക്കിയത്. അങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതേത് ചരിത്ര ഗവേഷണ കൗൺസിൽ ചരിത്ര സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ വെട്ടിക്കളഞ്ഞാലും കാലമാണ് സത്യം, വരാനിരിക്കുന്ന തലമുറകളാണ് സാക്ഷി. ഈ ഓർമ്മകളും സംഭവങ്ങളും ആളുകളുടെ നെഞ്ചകത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോ ഇവിടെ പറഞ്ഞ പോലെ ശക്തമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ മാനസികാവസ്ഥയുണ്ടായിരുന്നു. മമ്പുറം തങ്ങളുടെ മകൻ സയ്യിദ് ഫളൽ തങ്ങളും ഒക്കെ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധരായിരുന്നു. മഹാനായ വെളിയങ്കോട് ഉമർ ഖാലിയെ കുറിച്ച് അറിയാമല്ലോ. ഉമർ ഖാലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നികുതി നിഷേധം ആദ്യമായി പ്രഖ്യാപിച്ച മഹാനായ വെളിയങ്കോട് ഉമർ ഖാലിയൊക്കെ ആ കണ്ണിയാണ്, ആ പരമ്പരയിൽപ്പെടുന്ന ആളുകളാണ്. മലബാർ ആകെ അസ്വസ്ഥമായപ്പോഴാണ് RL സ്ട്രെയിഞ്ച് എന്ന് പറയുന്ന ഒരു കശ്മലനായ ഉദ്യോഗസ്ഥൻ മലബാറിലേക്ക് വരുന്നത്. RL സ്ട്രെയിഞ്ചർ എന്ന് പറയുന്ന മനുഷ്യൻ, മലബാറിന്റെ ചുമതല അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പോലും നിഗമിച്ചു പോകും. RL സ്ട്രെയിഞ്ച് ആണ് കുപ്രസിദ്ധമായ മാപ്പിള ഔട്ട്റേജിയസ് ആക്ട് ഡിക്ലെയർ ചെയ്തത്. മാപ്പിള ഔട്ട്റേജിയസ് ആക്ട് വന്നു. ഏത് ചെറിയ കാര്യങ്ങൾക്കും ആളുകൾ കലാപകാരികളാണെന്ന് മുദ്ര കുത്തപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുടെ വിഷപ്പടക്കാൻ വീടുകളിൽ നിന്ന് പുറത്തു പോകുന്ന പാവം പച്ച മനുഷ്യർ കയ്യോടെ പിടിക്കപ്പെടുകയും കലാപകാരി എന്ന് ചാർത്തപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായി.
ഈ സ്ട്രെയിഞ്ച് എന്ന് പറയുന്ന ആളാണ് മമ്പുറം സയ്യിദ് ഫളൽ തങ്ങളെ മക്കയിലേക്ക് നാട് കടത്താനുള്ള ഉത്തരവിടുന്നത്. വളരെ തന്ത്രപരമായി. ഇത് നാട് കടത്തലല്ല. തങ്ങൾ അവർക്ക് ആ സമയത്ത് സയ്യിദ് ഫളൽ തങ്ങളുടെ പ്രായം എത്രയാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. സയ്യിദ് ഖുതുബുസ്സമാൻ അലവി തങ്ങൾ വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ തങ്ങളാണ് ആ ചുമതല ഏൽക്കുന്നത്. ആ സമയത്ത് സയ്യിദ് ഫളൽ തങ്ങളുടെ പ്രായം 20 വയസ്സാണ്. ഈ ഹാളിനകത്ത് 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ നിങ്ങളൊന്ന് നിഗമിക്കുക. 20 വയസ്സ് പ്രായമുള്ള കുട്ടി ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്നു. മക്കത്ത് പോയി അവിടെ കുറച്ചു കാലം കഴിയട്ടെ, തിരിച്ചു വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. ആളുകൾ വളരെയധികം ജാഗരൂകരായി. ചരിത്രം പറയുന്നു 50,000-ഓളം ആളുകളാണ് സയ്യിദ് ഫളൽ തങ്ങളെ മക്കയിലേക്ക് പറഞ്ഞയക്കുന്ന കടലുണ്ടിപ്പുഴയുടെ ആ തീരങ്ങളിൽ അന്ന് തടിച്ചുകൂടിയത്. നമ്മുടെ വെളിയങ്കോട് ഉമർ ഖാദിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആയിരങ്ങളാണ് ഉമർ ഖാദിയെ അനുഗമിച്ചുകൊണ്ട് ഉമർ ഖാദിയെ മഞ്ചലിൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അനുഗമിച്ചത്. സയ്യിദ് ഫളൽ തങ്ങളെ ഇപ്രകാരം ചതിയിലൂടെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ ചരടുവലികളും നടത്തിയത് കനോലി സായിപ്പാണ്. ആളുകൾ ഭയങ്കര പ്രതിഷേധമുണ്ടായി. അങ്ങനെയാണ് കോഴിക്കോട് തന്റെ ബംഗ്ലാവിൽ വെച്ച് കനോലി സായിപ്പ് കൊല്ലപ്പെടുന്നത്. ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാറ്റ് വ്യാപകമായി പരന്നൊഴുകുന്നത്, ആഞ്ഞു വീശുന്നത്. മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട് വന്നു, ഖിലാഫത്ത് പ്രസ്ഥാനമുണ്ടാക്കി. അവർ നേരത്തെ ഡൽഹിയിൽ 1-ാം ഖിലാഫത്ത് സമ്മേളനം ഉണ്ടായി. 2-ാം ഖിലാഫത്ത് സമ്മേളനം നടന്നു 1919. മദിരാശി ഖിലാഫ് കമ്മിറ്റി രൂപീകരിച്ചു. നമ്മുടെ മലബാർ മദിരാശിയുടെ ഭാഗമാണ്. മദിരാശി ഖിലാഫ് കമ്മിറ്റിയുടെ സെക്രട്ടറി രാജഗോപാലാചാരിയായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഖിലാഫത്ത് വളണ്ടിയർമാരും ഖിലാഫത്ത് നേതാക്കളുമായിരുന്നു. ഒറ്റപ്പാലത്ത് പ്രൊവിൻഷ്യൽ കോൺഗ്രസ് സമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരെന്നറിയുമോ? ടി പ്രകാശം. ആന്ധ്രയുടെ സിംഹം എന്നറിയപ്പെടുന്ന ടി പ്രകാശം. ഒറ്റപ്പാലത്തെ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് സമ്മേളനത്തിൽ 2 സമ്മേളനങ്ങളാണ് ഉണ്ടായത്. ഒന്ന് കുടിയാൻ സമ്മേളനം, മറ്റൊന്ന് ഖിലാഫത്ത് സമ്മേളനം. വളരെ പ്രഗത്ഭരായ MP നാരായണ മേനോൻ, മോഴിക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, ചെർപ്പളശ്ശേരി ഗോവിന്ദൻ നായർ, മണ്ണാർക്കാട് മൂപ്പിൽ ഇളയത് KP ബാലകൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഹൈന്ദവ സമുദായത്തിന്റെ പ്രഗത്ഭ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ദേശസ്നേഹികൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കൂടി അമരത്തുള്ളവരായിരുന്നു. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വലിയ പടയാളിയായിരുന്നു. കുഞ്ഞ് സീതിക്കോയ തങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ, ചെമ്പ്രശ്ശേരി തങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പടയാളിയായിരുന്നു. അപ്പോൾ MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സ് പോലെയായിരുന്നു. ബ്രിട്ടീഷുകാർ പരിഹാസത്തോടുകൂടി കട്ടിലശ്ശേരിയെ MP നാരായണ മേനോനെ വിളിച്ചിരുന്നത് നാരായണൻ മുസ്ലിയാർ എന്നായിരുന്നു. കാരണം പള്ളികൾക്കകത്ത് വിശ്വാസികളെ അഭിസംബോധനം ചെയ്യാൻ നാരായണ മേനോന് അധികാരമുണ്ടായിരുന്നു. ഇതായിരുന്നു അക്കാലത്തെ സാമുദായിക മൈത്രിയുടെ പാരസ്പര്യത. ഈ മൈത്രിയെ തകർത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഒരു വിഭാഗം ഒറ്റുകാരായ ജന്മികളെ സഹായിച്ചുകൊണ്ട് കുടിയാന്മാർക്കെതിരെ തിരിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാമുദായിക മൈത്രിയുടെ പാരസ്പര്യതയിലൂടെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. വർഗീയത ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഉപകരണമായിരുന്നു വർഗീയത. ഇന്നും നമ്മൾ ശക്തമായി തിരിച്ചറിയുക, എല്ലാ ആത്യന്തികവാദങ്ങളും, എല്ലാ വർഗീയതകളും, എല്ലാ തീവ്രവാദങ്ങളും സാമ്രാജ്യത്വത്തിന്റെ ഉൽപ്പന്നങ്ങളും ഉപോൽപ്പന്നങ്ങളുമാണ്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മുഹമ്മദ് സാദിഖ് സാഹിബ് സംസാരിക്കാനുള്ളത് കൊണ്ട് എൻ്റെ സമയം, എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ള സമയം ഏതാണ്ട് അവസാനിക്കുന്നു എന്നതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒരു സംശയമില്ല, ഏതേത് ഗവേഷണ കൗൺസിലുകൾ ചരിത്രത്തെ മൂടിവെച്ചാലും ഒരു 100 വർഷം മുമ്പ് ഈ തിരൂരിൽ നിന്ന് പോത്തന്നൂര് വരെ ഉയർന്ന നിലവിളിയുണ്ടല്ലോ. ആ ശുഹദാക്കന്മാർ,
ആ രക്തസാക്ഷികൾ ഇന്ന് ഈ സമീപ പള്ളികളിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവർക്ക് മരണമില്ല. അവർ ഈ നാടിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയവരാണ്. അവരുടെ നിലവിളികളുടെ അനുരണനങ്ങൾ, അവരുടെ വിയർപ്പ് തുള്ളികൾ, അവരുടെ ചോരത്തുള്ളികൾ തലമുറകളായി നെഞ്ചകത്തിലേറ്റി കാലങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്ക് പ്രസരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം ഇന്ന് ചരിത്രത്തെ നിഷേധിക്കാൻ മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തെ തന്നെ നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ നമുക്കറിയാമല്ലോ. കങ്കണ നീരാവത്ത് എന്ന ഒരാള്, ഒരു ബോളിവുഡ് താരം പറഞ്ഞത് 1947 ഉണ്ടായത് ദയായാചന മാത്രമായിരുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ടായത് 2014 നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് മുതലാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടായത്. മഹാത്മാഗാന്ധിജിയെ കൊന്ന ഗോഡ്സേക്ക് പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സംശയമില്ല, ഇത് ഒരാവർത്തനം മാത്രമാണ്. ഹിച്ച്കോക്ക് എന്ന് പറയുന്ന നരമേധന് സ്മാരകമുണ്ടാക്കി MSP നമ്മുടെ വള്ളുവമ്പ്രത്ത് ഒരു വ്യാജ കഥ പ്രചരിപ്പിച്ചുകൊണ്ട് 1920 22 ഹിച്ച്കോക്ക് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വള്ളുവമ്പ്രത്ത് ഒരു സ്മാരകമുണ്ടാക്കി. ആ സ്മാരകം തകർക്കാൻ 1944 പുളിക്കൽ കൊണ്ടോട്ടി ഭാഗത്തു നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു. അവർ വള്ളുവമ്പ്രത്ത് എത്തുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ മന്ത്രി പരാമർശിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ തടഞ്ഞു. കാരണം നിറത്തോക്കുകളുമായി ബ്രിട്ടീഷ് പട്ടാളം ആ പ്രതിമയ്ക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. വീണ്ടും കൂട്ടക്കൊലയുണ്ടാകും. ആ സ്മാരകം പിന്നീട് തകർക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. സഖാവ് EK ഇമ്പിച്ച് ബാവ അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന സമയത്താണ് ആ സ്മാരകം തകർത്ത് ആ സ്മാരകം നിന്നിടത്ത് ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് പ്രകാരം ഇന്ന് മോങ്കത്തിനടുത്ത് വള്ളുവമ്പ്രത്ത് ആ ജംഗ്ഷനിൽ നിങ്ങൾ കാണുന്ന ബസ് സ്റ്റോപ്പ് അന്ന് നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷേ ഹിച്ച്കോക്കിന്റെ പ്രേതത്തെ ആവഹിച്ച ഉദ്യോഗസ്ഥർ രഹസ്യമായി MSP ഗ്രൗണ്ടിൽ ഹിച്ച്കോക്കിന് സ്മാരകമുണ്ടാക്കാൻ വീണ്ടും ശ്രമങ്ങൾ നടത്തി. ആ ശ്രമത്തെയും ആളുകൾ സമർത്ഥമായി തടഞ്ഞു. അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ഇടതുപക്ഷ സർക്കാരിലെ അപ്പോഴേക്കും ഇടതുപക്ഷ ഗവൺമെന്റായി ഇടതുപക്ഷ ഗവൺമെന്റിലെ ശിവദാസ മേനോനായിരുന്നു. ശിവദാസ മേനോൻ കൽപ്പന കൊടുത്തു, ആർക്കെങ്കിലും ഹിച്ച്കോക്കിന്റെ സ്മാരകം ഉണ്ടാക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവരത് ബ്രിട്ടനിൽ കൊണ്ടുപോയി ഉണ്ടാക്കട്ടെ. കേരളത്തിൽ ഹിച്ച്കോക്കിന് സ്മാരകം പാടില്ല. ഹിച്ച്കോക്കിന്റെ സ്മാരകം പണിയാൻ ശേഖരിച്ച് വെച്ച കല്ലുകൾ ഇന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇത് സൂചിപ്പിച്ചത് ആ ബ്രിട്ടീഷുകാരുടെ പ്രേതവും ആവഹിക്കപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് മനസ്ഥിതികൾ വ്യാപകമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെ ചെറുതാക്കാൻ, അവരെ തമസീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ശ്രമങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം കൂടിയാണ് ഇതുപോലുള്ള സ്മൃതി സദസ്സുകൾ. ഈ സ്മൃതി സദസ്സ് ഒരു സ്വാലിഹായ അമലാണ്, മഹോജ്വലമായൊരു കൃത്യമാണ്. ഈ സ്മൃതി സദസ്സ് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എൻ്റെ പ്രിയങ്കരരായ SYSന്റെയും SSFന്റെയും ഒക്കെ പ്രവർത്തകരെ ഞാൻ ഈ സന്ദർഭത്തിൽ ഹൃദയംഗമമായി അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഈ വസ്തുതകൾ സാമുദായിക മൈത്രിയും മതസൗഹാർദ്ദവും ഉണ്ടാക്കിയ പാരസ്പര്യതയുടെ സമുജ്ജല അധ്യായങ്ങളായി പുതിയ സമൂഹത്തിന് പരിചയപ്പെടുത്തണം. വർഗീയതയെ ചെറുക്കാൻ അതാണ് വഴിയെന്നുള്ള വാസ്തവത്തെ കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയങ്കരനായ സാദിഖ അവർക്ക് സംസാരിക്കാൻ വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.